മര്യാദക്ക് പാടി കാണുമല്ലോ. ആയിരിക്കും. കോപ്പിറൈറ്റ് ലൈവ്. കോപ്പിറൈറ്റ് ലൈവ് ആയിരുന്നു ഓർത്തോ. ചന്ദനക്കുടൻ 2K25 വിത്ത് യൂട്യൂബ് കോപ്പിറൈറ്റും കൂടെ പറഞ്ഞ ജാത്തിയാണല്ലേ നിന്റെ ബ്രോ. യൂട്യൂബ് മനസ്സിലാക്കി കാണാലോ പാടി പാട്ട്. അതാ അതായിരിക്കും ഇന്നലെ കോപ്പിറൈറ്റ് ലൈവ്. പക്ഷെ എടാ കൊച്ചെ 79 ലൈക്ക് ഉണ്ടായിരുന്നു. 79 ലൈക്ക് ഉണ്ടായിരുന്നതിലെ 45 എണ്ണേ ഇപ്പോൾ ഉള്ളൂ. 34 ലൈക്ക് എനിക്ക് സ്പാം ആയി എങ്കിലും അത് തന്നെ പാടി പോലെയുണ്ടോപ്പാ ഇന്നത്തെ ലൈവ് സത്യം മാഡീന്ന്. സത്യം മാടീന്ന്. യൂട്യൂബ് മാമിന് മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോ എന്തൊരു സന്തോഷം. ഒന്ന് പാടിപ്പിച്ചതിന് ശേഷം ഈ കുഴപ്പമില്ലെങ്കിൽ മാത്രം തുടർന്ന് പാടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞുള്ളൂ ഡിയേഴ്സ് എന്ന് പറയുന്നുണ്ട്. ബ്രോ അതങ്ങനെയല്ല. ഒന്ന് പാടിപ്പിച്ചതിന് ശേഷം എന്ന് പറയാനാണെങ്കിൽ ഒന്നായാലും നിങ്ങൾ കയറണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണെന്നറിയോ, ഒന്നിടുമ്പം തന്നെ നമുക്ക് പണി തന്നിട്ടാ പോണേ. അതുകൊണ്ടാണ്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കയറുന്നവരല്ല പണി തരുന്നത് കേട്ടോ. അതാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് സെറ്റാക്കാന്നേ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരൂ, അതൊക്കെ സെറ്റ് ചെയ്യാം. 104 ലൈക്കിൽ നിന്നും 52 എന്നോട് വാല. 52 എന്റെ അന്ന് 90 ആയെന്നാ പറഞ്ഞത്. 90 പിന്നെ ഡൗൺ ആയിരുന്നാ ബ്രോ? എന്നോട് വന്ന് നൈറ്റ് പറഞ്ഞത് 102 90 ആയെന്നാ പറ. സ്പാം ആയത് വീണ്ടും സ്പാം ആയല്ലേ? 4 എന്റെ ദൈവമേ ആ ലൈക്ക്. ഇതെങ്ങനെയാണെന്നറിയോ, ലൈവ് പ്രോസസിങ് ആവുമ്പോഴത്തേനാണ് സ്പാം ആവുന്നത്. ആണ് ആ പ്രോസസിങ് ടൈമിൽ സ്പാം ആയി പോകുന്നില്ല. അതുപോലെ തന്നെ എന്റെ ഇത് എത്ര 2:58 ഉണ്ടായിരുന്നു. ഇപ്പൊ അത് എല്ലാം കൂടെ അപ്പൊ 2:27 ആയിട്ടാ നിൽക്കുന്നത്. ആ ലൈവിന്റെ കോപ്പിറൈറ്റ് ലൈവിന്റെ ആദ്യത്തെ അരമണിക്കൂറോളം ഈ വൈറ്റ് കട്ട് ചെയ്ത് കളഞ്ഞു. 2:57 എനിക്ക് മനസ്സിലായില്ല. എന്ത് 2:58 ഞാൻ ഫുൾ ഇട്ട ലൈവ്. അത് ആ ആ അപ്ലോഡിങ് ആയി വന്നപ്പോ 2:27 മണിക്കൂർ. ആദ്യത്തെ അരമണിക്കൂർ പോയി എന്റെ. ഓ അന്നേരത്തെ ഇതും പോവും, എന്താ നമ്മുടെ വാച്ചവറും പോവും. അത് തന്നെ. എന്താ ഹെഡ് റിഫ്ലക്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് സച്ചിൻ ഹായ് ബ്രോ ഹായ്. അത് മിക്ക ഞാൻ മ്യൂട്ട് ആക്കിയിട്ടൊക്കെ ഇട്ട്. ചില ഇതാ വരുന്നുള്ളായിരുന്നു. അതായത് ഒരു ഐസ്ക്രീം കടയുടെ ബാക്കി വന്നുണ്ട്. ആ പള്ളിയുടെ ഫോട്ടോ ഒക്കെ കാണിക്കാൻ അത് മ്യൂട്ട് ആക്കിയിട്ടൊക്കെ ഇട്ട്. എന്നിട്ട് അരമണിക്കൂർ കളഞ്ഞു വൈറ്റ്. എന്താണെന്ന് അറിയത്തില്ല. നീ ഓരോ ദിവസമായിട്ട് കോപ്പിറൈറ്റിന്റെ ഇത് കളഞ്ഞു കേട്ടോ. അത് കളഞ്ഞിട്ട് അപ്ലോഡ് ആക്കാൻ ഇല്ല. എന്റെ ബ്രോക്ക് ഭാഗ്യമുണ്ട്. ഫുള്ളും കേട്ടായിരുന്നു. മഞ്ജുരുടെ മിക്ക പാട്ടും കേട്ടായിരുന്നു ലൈവ് വന്ന്. അല്ല പ്രൈവറ്റ് അല്ലേ ഇപ്പോഴും അല്ലേ? അല്ല അപ്ലോഡ് ആക്കി ഇട്ടിട്ടുണ്ട്. കോപ്പിറൈറ്റ് അതിന്റെ സ്റ്റുഡിയോയിലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. ആ കോപ്പിറൈറ്റ് സ്റ്റുഡിയോയിൽ കയറിയാൽ നിനക്ക് ഫോണിൽ നിന്ന് തന്നെ നിനക്ക് റേസ് ചെയ്യാൻ പറ്റും. അതൊന്ന് ഇറേസ് ചെയ്തിട്ട് നോക്കണം. പക്ഷെ അങ്ങനെ ഇട്ട് നോക്കി 2 മാസം ഇട്ട് നോക്കിയിട്ട് ഒന്നും ഇറേസ് ആകുന്നില്ല. വീണ്ടും അതെനിക്ക് അങ്ങനെ തോന്നുന്നു തന്നെ ഓരോന്ന് കാണിക്കുന്നത്. വീതേ ആവുള്ളൂ. നമ്മൾ വിചാരിക്കും അയ്യോ ആവുകയില്ലെന്ന്. ചിലതെങ്ങനെയാണെന്നറിയാം, നമ്മൾ ഇറേസിൽ ഇട്ടാലും തിരിച്ചു പോകും. അത് ക്യാൻസൽ ആയി പോകും കുറച്ചു നേരം ഇരുന്നിട്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് എങ്ങനെയെങ്കിലും കളയണം. അല്ലെങ്കിൽ 555 വ്യൂസ് എന്ന് പറഞ്ഞു കഴിയുമ്പോ ആൾക്കാർ മണിക്കൂർ നല്ല മണിക്കൂർ കയറി കാണും നിനക്ക്. ആണ്. അത് ഫസ്റ്റ് ടൈം 500 രൂപ ഉണ്ടെങ്കിൽ ഒരു ലൈവിന് വ്യൂ കയറുന്നത്. എന്റെ ഫസ്റ്റ് 500 വ്യൂ കയറിയ ലൈവ്. ആകാശദീപം എന്നും ഉണരും ഇടമായ പാടാമോ ചോദിക്കുന്നുണ്ട്. പാടാലോ. നഹുൻ അറിയാവോ പാട്ട്? എനിക്ക് ഈ പാട്ട് അറിയത്തില്ല ചേച്ചി. ആകാശദീപം വൈറ്റി മാമൻ ലൈക്കും ടാക്സ് ആയി പിടിക്കുന്നു. അതേടാ ചോദിക്കട്ടാ, അത് തന്നെ ലൈക്ക് ബ്രോ. അത് സ്പാം തന്നെ ആയി പിടിക്കും. ഞാൻ ഉറങ്ങി തൂങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. ആരാ? നെഞ്ചിനുള്ളിൽ നീയാണ്. സുഖമായിരിക്കാൻ പാടുന്നില്ല ബ്രോ. ഫാത്തിമ വന്നാ എണീക്കും. ഗുഡ് നൈറ്റ് ജോ അച്ചായ ലഹു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ മൊത്തം പോയിട്ട് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ലിൻഡപ്പാ. ഗുഡ് നൈറ്റ്. ടേക്ക് റെസ്റ്റ്. ഞാനേ യോജേഷ് ബ്രോ പറഞ്ഞ പാട്ട് പാടാവേ. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മൗനരാഗമണിയും താരിളം തെന്നലേ, ഉൻപരാഗമിളകും വാരിളം പൂക്കളേ. നാം ഉണരുമ്പോൾ വലിയുമ്പോൾ ആകാശദീപമെന്നും ഉണരും.